ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഹൃദയത്തില് നമ്മളെല്ലാ സോങ്സും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹൃദയത്തില് നമ്മളുടെ ഒരു പുതിയ വീഡിയോ കൂടി ഇറങ്ങി. അതെ, പൊട്ട് തൊട്ട പൗർണമി. എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യും, എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പാട്ട് വന്നപ്പോ ഒരു വേറൊരു ലെവല് തന്നെയായിരുന്നു അല്ലേ. ആ സമയത്ത് കറക്റ്റ് ആ ഒരു സിറ്റുവേഷൻ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു ഡബിൾ ഇരട്ടി മധുരം ഉണ്ടായിരുന്നു നോക്കുകയാണെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും അതിനകത്ത് രണ്ടുപേരും പാട്ട് പാടുന്നതായിരിക്കും. അല്ല, പാടി ട്രൈ ചെയ്യൂ. പാടാൻ വേണ്ടിട്ടോ ലിറിക്സ് നല്ല ഫീലാണ് പാട്ടെന്ന് വെച്ചാല്. ലിറിക്സ് എടുത്തിട്ട് അതിനകത്തെ ഈ പാട്ട് എപ്പോ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിരി വരും. അവസാനം വരത്തില്ലേ, ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരി വരും. കാരണം എന്താ അറിയോ, അതിനകത്ത് ഓരോ സീൻസും രണ്ടുപേരുടെ നമ്മളുടെ കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ശരിക്കും അവരൊരു ഫ്രണ്ട്സ് വേണമെങ്കിൽ പറയാം അല്ലേ. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ എന്തായാലും രണ്ടുപേരും പാടി ശ്രമിച്ചു നോക്കാം. പൊട്ടു തൊട്ട പൗർണമി തൊട്ടു തൊട്ടു നിക്കവേ പൂത്തുലഞ്ഞു നിന്നു താരകൾ. മതിയോ? പിന്നെ കേൾക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇനിയിപ്പോ പാട്ടിലേക്ക് പോവാം. എന്തായാലും എന്താ പറയാ, ഇനിയിപ്പോ നോക്കാമല്ലോ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫുള്ള് പാടാൻ പറ്റുമോ അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉണ്ടാക്കി തരോ? കുറച്ച് പയറുപൊടി ആയാലോ? ഇച്ചിരി ചമ്മന്തി, ചെറിയൊരു പപ്പടം വേഗം ഉണ്ടാക്കി തടാ. എങ്ങനെയുണ്ട്? നന്ദിയുണ്ട് തമ്പുരാനെ, ഈ കഞ്ഞി വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് പാട്ട് എത്തിക്കുന്നവരെ ഞങ്ങൾക്ക് വെച്ച് ഫുള്ളായിട്ട് ഇതിന്റെ ഫീൽ എന്ന് പറയുന്നത്, ഈ പടം കണ്ടു കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഈ ഒരു പാട്ടായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്താണെന്ന് അറിയോ, ഒരു ട്വിസ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ അവിടെ വരുന്നത്. നമ്മള് പ്രത്യേകിച്ച് അത് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. എന്തായാലും ഈ പാട്ടിനകത്ത് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് എന്താണെന്നറിയോ, പ്രണവിന്. കല്യാണിന്നും വല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. പക്ഷെ
പ്രണവിനെ കാണാനായിട്ട് ക്യൂട്ടായിട്ടുണ്ട്, അതേസമയം ഇതുപോലെ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെ, അങ്ങനെയാണ് വേണ്ടെന്നുള്ളത് തോന്നുന്നു. ഇതുപോലെ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ല, ആദ്യം ബോയ് ഫ്രണ്ട് ആയിട്ടാണല്ലോ ഹസ്ബൻഡ് ആവുക. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് കം ഹസ്ബൻഡ് വേണം എന്ന് നമ്മൾ എന്തായാലും ആഗ്രഹിക്കും. കാരണം ഇതിനകത്ത് തന്നെ കണ്ടില്ലായിരുന്നു കൊറേ മൊമെന്റ്സ്, രാത്രി കഞ്ഞി ചോദിക്കുന്നതും. പിന്നെ പ്രത്യേകിച്ച് എന്താ അറിയോ, ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത വെച്ചാൽ രണ്ടുപേരും വരുന്ന സമയത്ത് ഭയങ്കര ഒരു ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭയങ്കര, കാരണം കല്യാണി ഓൾറെഡി ക്യൂട്ടാണ് അല്ലെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ ആ ഒരു പാട്ടിനനുസരിച്ച് ആ ഫീൽ ഗുഡ് സോങ്ങിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു കുറെ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് ആ ഒരു നമ്മളെ പൊതുവെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും, കാരണം അങ്ങനെയുള്ളവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്കിടയിലുള്ള സംഭവങ്ങൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളെപ്പോഴും ലവ് മാരേജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിൽ എപ്പോഴും ട്രാജഡീസും സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കപ്പിൾ എങ്ങനെ ആകാം, അല്ലെങ്കിൽ എങ്ങനെ ആകണം എന്നുള്ളത് ഒരു വിഷ്വലി നമുക്കിത് കാണുമ്പോ തോന്നും, പക്ഷേ നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ. അതെ, പിന്നെ പ്രത്യേകിച്ച് ഈ പാട്ട് പാടിയവരും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ആ വോയിസിന്റെ ഒരു രണ്ടുപേര് ഇതിനകത്ത് അവര് പാടിയത്, അതായത് ആ ഒരു മൊമെന്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് അങ്ങോട്ട് സിങ്ക് ആയി പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടിയ പോലെ ഉണ്ട്. അവസാനം കേൾക്കുന്നവരെ അല്ലെങ്കിൽ ഇവരും നല്ലോണം കെമിസ്ട്രി, ഓൺ സ്ക്രീൻ കെമിസ്ട്രി അപാരം. കാരണം എനിക്ക് തോന്നുന്നു അവർ ആ ഒരു കംഫർട്ട് സോണിൽ ഉള്ളതുകൊണ്ട് തന്നെയാ തോന്നുന്നു രണ്ടുപേരും എന്തൊരു കപ്പിൾ, നമ്മള് കണ്ണൊക്കെ വെക്കില്ല, കണ്ണ് വെക്കുന്ന ആ ഒരു രീതിയിലുള്ളൊരു ശരിക്ക് അതെ കണ്ണ് വെക്കുന്ന കപ്പിളൊക്കെ ഉണ്ടാവും, വളരെയധികം ഹാപ്പി ഗോയിങ് ആയിട്ടുള്ള കപ്പിൾ. അതുപോലെ പിന്നെ പ്രണവിന്റെ ആണെന്നുണ്ടെങ്കിൽ ആദി 21ാം നൂറ്റാണ്ട് എന്നുള്ള പടത്തിലൊക്കെ കാണുന്ന ഹെയർ സ്റ്റൈൽ അല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഹെയർ സ്റ്റൈൽ ആ ഒരു കേളി, ഇത് ഏതാണെന്നറിയോ ശരിക്കും ഹെയർ സ്റ്റൈല്? നമ്മളെ വിനീത് ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സാഗറിലെ ജാക്കിയില്ലേ പടം, അതില് നമ്മളെ ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട് എല്ലാവരുടെ പടത്തില്, ആ ഒരു സോങ്ങിന്റെ അകത്താ വരുന്നത്. അപ്പൊ ആ സമയത്ത് വരുന്ന പ്രണവിന്റെ ഹെയർ സ്റ്റൈൽ ഇതായിരുന്നു, അത്രയും ക്യൂട്ട് ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ആ സമയത്ത് വയസ്സും കുറവായിരുന്നു, ചെറുതായിരുന്നില്ല. അപ്പൊ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് വിനീതിന് ഇഷ്ടപ്പെട്ടിട്ടാണ് വിനീത് പറഞ്ഞത്, ഈ പഴയ മറ്റേ ഹെയർ സ്റ്റൈൽ വേണ്ട, നമുക്ക് ആ പഴയ ഹെയർ സ്റ്റൈൽ തന്നെ മതി, അതാവുമ്പോ ഭയങ്കര ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള. മറ്റേ 2 മൂവീസ് ഉണ്ടല്ലോ 21ാം നൂറ്റാണ്ട് ആദിയിലൊക്കെ, ഇതിനകത്തൊക്കെ ഹെയർ എന്ന് പറയുന്നത് കുറച്ചൊന്ന് മുകളിലോട്ടായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എസ്പെഷ്യലി ആ ഒരു സ്പ്രിംഗ് പോലത്തെ ഇങ്ങനെ മുടിക്ക് ഇങ്ങനെ കിടക്കുന്നത് നല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അത് എന്താ പറയാ, മറ്റേ 2 സിനിമയിൽ ഓൾമോസ്റ്റ് ടഫ് ലുക്കാണ്, കുറച്ച് ടഫും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഇതിൽ കൊടുത്തത്. ഇതിന്റെ അകത്ത് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണല്ലോ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു യൂത്ത് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ആ ഒരു ഹെയർ സ്റ്റൈൽ വരുമ്പോ ആ ക്യൂട്ട്നെസ് ഉണ്ട്, പിന്നെ ആണെങ്കിൽ അതേസമയം ആ ഒരു ഹോട്ടും ഉണ്ട് കാണാൻ. പിന്നെ ചുരുളമുടിയുടെ ഒരു രഹസ്യമുണ്ട്, നമ്മളെ ലാലേട്ടന്റെ പഴയ സിനിമകളിലൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും, റൊമാൻറ്റിക് പടങ്ങളിൽ പ്രത്യേകിച്ച്. അതിൽ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട നമ്മളെ മാലിനിയുടെ തീരങ്ങൾ, ഗാന്ധർവത്തിലോ എന്ത്, അതിനകത്ത് തന്നെ കുറെ ഹെയർ തന്നെയാണ് കുറെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ബട്ടർഫ്ലൈസ്, അങ്ങനെ കുറെ സിനിമയിൽ ലാലേട്ടന്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഹെയർ ഭയങ്കരമായിട്ട് ചുരുണ്ടിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ശരിക്ക്. പിന്നെ ഇതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്, ലാസ്റ്റ് സോങ്ങിന്റെ അവസാനം വീഴുന്നില്ല, അതുണ്ട് കേട്ടോ. അതായത് ഞാൻ ആദ്യം കണ്ടപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആയിട്ട് വീണത്. അത് മാത്രല്ല, ഈ വീണത് കാണുമ്പോഴും നമുക്കൊന്ന് ഓർമ്മ വരും, അതാ അറിയോ, ചിത്രം സിനിമേന്റെ അകത്ത് ഇതേപോലത്തെ ഒരു സീനുണ്ട്, വീഴുന്ന സീൻ. കാരണം വെച്ചാൽ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് തട്ടിയിട്ട് വീണിട്ട് ഓക്കെ അതങ്ങനെ മാനേജ് ആയിട്ട്. പിന്നെ നമുക്ക് അറിയാലോ വിനീത് ശ്രീനിവാസൻ റിയലിസ്റ്റിക് ആയിട്ട് മാക്സിമം എടുക്കാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നപ്പോ ചിലപ്പോ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടാവും. പിന്നെ രണ്ടുപേരും ഓൺ സ്ക്രീനിൽ നമ്മൾ പറഞ്ഞു, പക്ഷെ ഈ സാരിയിലും മുണ്ടിലും കല്യാണിയാണെങ്കിലും അത്രയും നല്ല ഭംഗി, അതായത് കല്യാണിയുടെ ഭംഗി എത്രത്തോളം ഉണ്ടോ അതിനെ ഡബിൾ ഇരട്ടിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതാണ് കാരണം ഈ പടത്തിന്റെ പ്രത്യേകത എന്താ അറിയോ, നമ്മള് പൊതുവെ നമ്മള് റിവ്യൂലായാലും എല്ലാ സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഓരോ സോങ് വരുമ്പോഴും സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഒടുക്കത്തെ റിച്ചിലാണ്. നമ്മളിപ്പം കഴിഞ്ഞൊരു സിനിമേൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ബ്രോഡാഡിയിൽ നമ്മൾ പറഞ്ഞപ്പം ബ്രോഡാഡിയിലുള്ള ചെറിയ ചെറിയ പാളിച്ചകൾ പോലും മാറ്റിയത് അതിന്റെ വിഷ്വലാണ് അല്ലെ. അതുപോലെയാണ് ഈ ഹൃദയത്തിന്റെയും പ്രത്യേകത. ഹൃദയത്തിലുള്ള വിഷ്വൽ ഒരു രക്ഷയില്ല, കാരണം എല്ലാം ഭയങ്കര റിച്ച് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്തായാലും
ഈ ഒരു പടത്തോട് കൂടി തന്നെ കുറെ ആളുകളുടെ ഹൃദയം കീഴടക്കി ശരിക്കും പടം ഹൃദയം പോലെ തന്നെ. അതെ, ഹൃദയം കീഴടക്കി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ 2 പടത്തിലും കിട്ടാതെ പോയിട്ടുള്ള ആ ഒരു വരവേൽപ്പ് ഫസ്റ്റ് പടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ കുറെ നെഗറ്റീവ് ഒക്കെ എന്തായാലും രണ്ടാമത്തെ പടത്തിലാണ് കുറച്ച് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പടം. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നെഗറ്റീവ് രീതിയിലുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും അത് കൂടുതൽ പ്രതീക്ഷകൾ കൊടുത്തത് കൊണ്ടാവാം പോയതെന്ന് തോന്നുന്നത്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോ എന്ന് വെച്ചാൽ ടോട്ടൽ അങ്ങോട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് ഒരു ആക്ടർ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ചു നമ്മളെ. പ്രണവ് എന്നുള്ള രീതിയിൽ, മോഹൻലാലിലെങ്കിലും പ്രണവ് എന്നുള്ള രീതിയിൽ റെക്കഗ്നൈസേഷൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. പടത്തിലെ ഓരോ പാട്ടുകൾ നമ്മൾ വരുമ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് അത്രയും ഇഷ്ടമാണ് ഈ പാട്ടുകൾ. അത്രയും, അതായത് നമ്മൾ ഓൾറെഡി ഇതിന്റെ ജൂക്ക് ബോക്സിൽ എല്ലാ പാട്ടും കേട്ടതാണ്. പക്ഷെ എന്നാൽ അതിന്റെ വിഷ്വല് നമ്മൾ ഓൾറെഡി തിയേറ്ററിൽ കണ്ടതുമാണ്. സ്റ്റിൽ നമ്മളിത് എന്താ പറയാ പിന്നെയും റിപ്പീറ്റ് അടിച്ച് കാണുന്ന അത്രയും ഭംഗിയാണ് അല്ലെ പാട്ട് കാണാനും കേൾക്കാനും. പ്രത്യേകിച്ച് ഹിഷാമിന്റെ ആ മ്യൂസിക്കും അല്ലെ, പിന്നെ അതുപോലെ പാടിയവരും അല്ലെങ്കിൽ ലിറിക്സും എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. നമ്മൾ ഇതിന്റെ വിഷ്വല് കഴിഞ്ഞിട്ടും നമ്മൾ ആ പാട്ട് കേട്ടിരുന്നു. അത് കേട്ടിരുന്നു എന്ന് പറയുന്നത് നമ്മൾ വിഷ്വല് കഴിഞ്ഞല്ലോ പക്ഷെ അത് പാട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് തോന്നും. എൻഡിൽ ആ ഒരു ചിരി നോട്ടും കൂടി നമുക്ക് കേൾക്കാനായിട്ട് തോന്നും. അപ്പൊ ഈ പാട്ടിന് ഞാൻ പേഴ്സണലി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ ചോദിച്ചുള്ള പാട്ട് ഇറങ്ങി. ഞാൻ വേറെ വെയിറ്റ് ചെയ്യുന്ന ഒരു പാട്ട് മിന്നൽ കൊടിയുടെയാണ്. മിന്നൽ കൊടിയുടെ ആ പാട്ടും വേറെ ലെവലാണ്. ആ പാട്ടും ഈ പാട്ട് എന്റെ ഫേവറേറ്റ് ആണ് ഇതിനകത്ത്. എന്തായാലും അതിനകത്ത് ഒരെണ്ണം വന്നു. മറ്റേ പാട്ടിന് വേണ്ടിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് പുതിയ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.